ടെസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ ആൾ എത്തിയിട്ടുണ്ട്. പാസ്സായോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. ലെറ്റ്സ് സീ. തോറ്റുപോയി. മിസ്റ്റേക്ക് അത് നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോയിട്ട് തുടക്കം തന്നെ കാണിച്ച മിസ്റ്റേക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി എടുക്കാൻ നോക്കി. വണ്ടി ഇതെന്താ അരങ്ങാത്തേന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരുന്നു. അത് പെട്ടെന്ന് അച്ചാച്ചന്റെ ബ്ലൂടൂത്ത് കാറിൽ കണക്ട് ചെയ്തിട്ട് പുള്ളിക്കാരി അങ്ങോട്ട് വായിക്കുക. ബ്ലൂടൂത്ത് ഒന്നും കണക്ട് ചെയ്യാൻ. അപ്പൊ തന്നെ എനിക്ക് വലിയൊരു കോള് അങ്ങോട്ട് വന്നു. ഇതിനകത്ത് ഗിറും ഞാൻ ദേ പോയി. എല്ലാം കഴിഞ്ഞു. പുള്ളിക്കാരി ഇപ്പം തന്നെ ഇറങ്ങി പോകുന്നൊക്കെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. അപ്പം പിന്നെ ഹാൻഡ് ബ്രേക്ക് മാറ്റാനോ ഒക്കെ ആ വിട്ടുപോയി. എനിക്ക് മൊത്തത്തിൽ പതറിപ്പോയി. അവിടുന്ന് ആദ്യത്തെ പാളിച്ച അത് പിന്നെ പോട്ടെ. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം മുന്നോട്ട് ലൈൻ ചേഞ്ച് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്ത് ഞാനിങ്ങനെ കിട്ടി. നൈസ്. എല്ലാം ശരിയായിട്ട് പൊക്കോണ്ടിരിക്കുക. ഇനി പേടിക്കാനൊന്നും ഇല്ലെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോൾ ദേ കിടക്കുന്ന പുള്ളിക്കാരി ഇനി സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് ആണ് എടുക്കേണ്ടതെന്ന് എന്നോട് പറയുന്നു. ഞാൻ നോക്കുന്നു, കാറൊന്നും ഇല്ലല്ലോ. ലെഫ്റ്റ് സിഗ്നൽ അങ്ങോട്ട് ഇട്ട് ഇങ്ങോട്ട് തിരിഞ്ഞോണ്ട് ദേ കിടക്കുന്ന ഒരു കാറ്. സൈഡ് മിറർ നോക്കിയില്ല. സൈഡ് മിറർ അങ്ങോട്ട് നോക്കി. എന്ന് വെച്ചാൽ ഞാൻ മേളത്തെ മിറർ നോക്കി. സൈഡ് മിറർ നോക്കിയാൽ കാണാനോ ബ്ലൈൻഡ് സ്പോട്ട്. ഇവിടുത്തെ നോക്കി ഇങ്ങനെ അങ്ങോട്ട് നോക്കി. ഇവിടുത്തെ നോക്കിയിട്ട് ഇൻഡിക്കേറ്റർ ഞാൻ ഇട്ടുപോയി. ഇടണ്ടായിരുന്നു. ഞാൻ ഇതും കൂടെ നോക്കി ഇട്ടാ മതിയായിരുന്നു. അപ്പം പുള്ളിക്കാരി വാട്ട് ആർ യു ഡൂയിങ്, എന്താ സ്റ്റേ സേഫ് എന്നോ ലെറ്റ് ദം പാസ് എന്നോ അതാന്ന് തോന്നുന്നു പറഞ്ഞു. എന്തോ പറഞ്ഞു. എനിക്കതൊന്നും കേട്ടൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് എന്തോ പിന്നെ പുള്ളിക്കാരി എന്നെ ഹൈവേയിലൊന്നും കൊണ്ടുപോയില്ല. നേരെ റൈറ്റ് എടുത്തോ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇവിടെ റെസിഡൻഷ്യൽ ഏരിയ കൂടെ ഒക്കെ കൊണ്ടുപോയി. പുള്ളിക്കാരി തെറ്റ് പറയാൻ പറ്റത്തില്ല. ഇനി ഇതുപോലെ ഹൈവേയിലൊക്കെ പുള്ളിക്കാരി തട്ടിപ്പോയാലൊന്നും മേടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി എന്നെ കയറ്റിയില്ല ഹൈവേയിൽ. എന്നിട്ട് എന്നെ റെസിഡൻഷ്യൽ ഏരിയ കൂടെ കുറെ തിത്താ വെച്ച് കളിപ്പിച്ചിട്ട് 40-ലൊക്കെ പോയി 60-ലൊക്കെ പോയി ഞങ്ങള് തിരിച്ച് നൈസായിട്ട് ഇവിടെ തന്നെ എത്തി. അപ്പൊ തന്നെ മനസ്സിലായി തോറ്റെന്ന് പറയാൻ പോവാ പുള്ളിക്കാരി. പിന്നെ പുള്ളിക്കാരി നല്ല അലങ്കരിച്ച. അൺഫോർച്ചുനേറ്റ്ലി യു ഹാവ് ഫെയിൽഡ് ദ ടെസ്റ്റ്. അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റാക്കാം. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. കിട്ടിയോ?